മോങ്ങാനിരുന്ന യൂറോപ്പിൻ്റെ തലയിൽ തേങ്ങ വീണതുപോലെയായി ഫിഫ വേൾഡ് കപ്പിലെ റെഡ് കാർഡ് വിഷയം. സംഗതി നമുക്ക് ആഗോള വ്യാപകമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. കഴിഞ്ഞ ആഴ്ച അമേരിക്കയും ബോസ്നിയ ഹെർസഗോവിനയും തമ്മിലുള്ള മത്സരം നടന്നു. ആ മത്സരത്തിൽ അമേരിക്കൻ കളിക്കാരൻ ഫൊലോറാൻ ബെലോഗൻ അദ്ദേഹത്തിന് റഫറി റെഡ് കാർഡ് കാണിച്ചു. സാധാരണ എന്തെങ്കിലും ഫൗള് കാണിച്ചു കഴിഞ്ഞാൽ മഞ്ഞക്കാർഡാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു വാണിംഗ് ആണ്. അടുത്ത കാർഡ് റെഡായിരിക്കും. അപ്പം ഇവിടെ ഈ മഞ്ഞക്കാർഡൊന്നും കാണിക്കാതെ നേരെ റെഡ് കാർഡ് അങ്ങ് കാണിച്ചു. കയ്യോടെ അദ്ദേഹത്തിനെതിരെ നടപടിയായി. അടുത്ത കളിക്ക് അദ്ദേഹത്തിന് പങ്കെടുക്കാനാവില്ല, അതിൽ കളിക്കാരനാകാൻ പറ്റില്ല. അതായിരുന്നു ശിക്ഷ. അതാണ് അതിൻ്റെ ഫിഫയുടെ നിയമവും, റെഡ് കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ബെലോഗൻ അതിന് മാത്രമുള്ളൊരു ഫൗള് ചെയ്തോ എന്നുള്ളതിനെപ്പറ്റി അമേരിക്ക ഒട്ടാകെ ചർച്ചയുണ്ടായി. പലരും അത് ആ രംഗം റീവൈൻഡ് ചെയ്ത്, എല്ലാം വീഡിയോയിലുണ്ടല്ലോ, റീവൈൻഡ് ചെയ്ത് നോക്കിയപ്പോൾ അത്ര വലിയ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് മിക്കവരും കണക്കാക്കുന്നത്. പക്ഷേ റെഫറിയുടെ തീരുമാനമാണ്, അത് അന്തിമമാണ്. അതിനെ ചോദ്യം ചെയ്യുക സാധാരണ പതിവില്ല. എന്തായാലും പ്രസിഡന്റ് ട്രംപ് ഫിഫയുടെ ഫുൾ ഫോം ഞാനൊന്ന് നോക്കി. നമ്മൾ വിചാരിക്കുന്ന പോലെ അത് അത്ര ഫെഡറേഷൻ ഇൻ്റർനാഷണൽ ഡി ഫുട്ബോൾ അസോസിയേഷൻ, ഇൻ്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഫെഡറേഷൻ എന്നാണ് ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെ പറയുന്നതെങ്കിലും ഇതെന്തോ ഫ്രഞ്ച് ഇതാണെന്ന് തോന്നുന്നു. അതാണ് ഫിഫ വരുന്നത്, ഫെഡറേഷൻ ഇൻ്റർനാഷണൽ ഡി ഫുട്ബോൾ അസോസിയേഷൻ. അപ്പോൾ ഈ ഫിഫയുടെ പ്രസിഡന്റ് ഗിയാനി ഇൻഫാന്റിനോ അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ ഇവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നുണ്ടെന്നാണ് ഈ ഇൻഫാന്റിനോ പറയുന്നത്, ഇവർ തമ്മിൽ ഈ ഫുട്ബോൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ പ്രസിഡന്റ് ട്രംപ് വിളിച്ച് പരാതി പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ചിലർ പറയുന്നത്. എന്നാൽ പ്രസിഡന്റ് പറയുന്നത് അങ്ങനെയല്ല, പരാതിയൊന്നും പറഞ്ഞിട്ട് ഇതേപ്പറ്റി സംസാരിച്ചതേ ഉള്ളൂ. എങ്ങനെയായാലും ഈ പ്രസിഡന്റും ഇദ്ദേഹവും തമ്മിൽ സംസാരിച്ചതിന് ശേഷം ഇങ്ങേരുടെ ഈ സസ്പെൻഷൻ, റെഡ് കാർഡ് അങ്ങ് റദ്ദാക്കി. അദ്ദേഹത്തിന് അടുത്ത കളിക്ക്, അതായത് ആ കളി ഇന്ന് തിങ്കളാഴ്ച ബെൽജിയവുമായിട്ടാണ് അമേരിക്കയുടെ കളി. അപ്പോൾ അതിൽ കളിക്കാനായിട്ട് അനുമതി നൽകി. ഒരു കളിക്ക് മാറി നിൽക്കേണ്ടതാണ്, അതിന് അനുമതി നൽകി. അതിനെതിരെ ബെൽജിയം അപ്പീൽ നൽകി. അപ്പോൾ അപ്പീലിൽ ഫിഫയുടെ സമിതി, അത് അപ്പീൽ കമ്മിറ്റി, അവർ പറയുന്നത് ഈ ബെൽജിയം ഇതിലൊരു കക്ഷിയല്ല, അതുകൊണ്ട് അവർക്ക് അപ്പീൽ കൊടുക്കാനുള്ള ഒരു ലോക്കൽ സ്റ്റാൻഡി ഇല്ല, അവർ അതിൽ കക്ഷിയല്ലാത്തതുകൊണ്ട്, അതുകൊണ്ട് അവരുടെ അപ്പീൽ തള്ളിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങേർക്ക് കളിക്കാം. പക്ഷേ ഈ ഇദ്ദേഹത്തെ പുറത്താക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നുള്ള ആ വാർത്ത തന്നെ അമേരിക്കയിൽ തന്നെ ധാരാളം പേര് ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പല ആളുകളും ഈ ഫിഫയുടെ കാര്യത്തിൽ അവർ സ്വതന്ത്രമായ ഒരു ബോഡിയാണ്. അവർ തെറ്റായാലും ശരിയായാലും അവരതേ രീതിയിൽ അവരുടെ നിയമങ്ങളനുസരിച്ച് അവർ പോകണം. അതിന് പുറത്തുനിന്നുള്ളൊരു ഇൻ്റർഫിയറൻസിൻ്റെ ആവശ്യമില്ല. അത് അമേരിക്കയ്ക്ക് തന്നെ ഒരു മോശമാണ്, അതിൻ്റെ ഒരു ആവശ്യമില്ലാത്തൊരു കാര്യമാണ് എന്നാണ് ഈ ഒട്ടേറെ ലേഖനങ്ങളൊക്കെ കാണുകയുണ്ടായി. എന്തായാലും ന്യൂയോർക്ക് ടൈംസിൻ്റെ ലേഖനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിൻ്റെ തലക്കെട്ട് അത് ഗ്രീൻലാൻഡ് താരിഫ് നാറ്റോ നൗ സോക്കർ ട്രംപ് ക്രിയേറ്റ്സ് ന്യൂ ക്ലാഷ് വിത്ത് യൂറോപ്പ്. അപ്പോൾ ആദ്യം ഗ്രീൻലാൻഡിൻ്റെ പേരിലായിരുന്നു യൂറോപ്പുമായിട്ടുള്ള വഴക്ക്. അത് ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് കിട്ടിയേ പറ്റുമെന്ന് ട്രംപ് ശടിച്ചു. അത് ഇപ്പോൾ ഡെൻമാർക്കിൻ്റെ കീഴിലാണ്, ഒരു സ്വതന്ത്ര പ്രദേശം പോലെയാണ്. അവിടെ ആകപ്പാടെ 50,000 മനുഷ്യരേ ഉള്ളൂ, അവിടെ അധികം പേരൊന്നുമില്ല. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ചൈനയൊക്കെ അവിടെ ആധിപത്യം നേടും. അത് കപ്പൽ റൂട്ടുമൊക്കെ എന്തുകൊണ്ടും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, സ്ഥലമാണെന്നാണ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ അതിന് അടുത്ത വിഷയം താരിഫാണ്. യൂറോപ്പിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കെല്ലാം താരിഫ് വെച്ചു, താരിഫ് കൂട്ടി. അപ്പം അതും യൂറോപ്പിനെ പ്രകോപിപ്പിച്ചു. പിന്നെയുള്ളതാണ് നാറ്റോയിൽ അമേരിക്കയാണ് കാര്യമായിട്ട് പണം മുടക്കുന്നതും അതുപോലെ തന്നെ സൈനികരെ വിന്യസിച്ചിരിക്കുന്നതൊക്കെ. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അതിൻ്റെ മറവിൽ കാര്യമായിട്ടൊന്നും ചെയ്യാതെ പോയി. അത് പറ്റത്തില്ല, നിങ്ങളും കാശ് മുടക്കണം, നിങ്ങളും പടയാളികളെയും സൈന്യവും ഒക്കെ സജ്ജരായി നിൽക്കണം, അല്ലാതെ എല്ലാം അമേരിക്കയുടെ ചുമലിൽ വെച്ച് അത് പറ്റത്തില്ല എന്ന് ട്രംപ് പറഞ്ഞു. അപ്പോൾ അതും അവർക്കാർക്കും ഇഷ്ടമായില്ല. പിന്നെ അതിനിടയ്ക്ക് അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം, ഈ അമേരിക്ക പോയി ഇറാനെ അടിച്ചത് ഇവരാരും അമേരിക്കയെ സഹായിച്ചില്ല. അപ്പോൾ അമേരിക്കയ്ക്കും ഇവരോടെല്ലാം ദേഷ്യമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നൗ സോക്കർ. ഇപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്, ഈ സോക്കർ വിഷയത്തിൽ. അപ്പോൾ യൂറോപ്പിലുള്ളവരെല്ലാം യൂറോപ്പിനെതിരായ ഒരു കാര്യമായിട്ടൊരു ട്രംപിൻ്റെ നിലപാടായിട്ട് ഇതിനെ കണക്കാക്കുന്നു. എന്തായാലും ഈ അന്താരാഷ്ട്ര ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, ഈ കളിയുടെ കാര്യത്തിൽ നമുക്കറിയാം, ഇവിടെയുള്ള കളിക്കളങ്ങളിലൊക്കെ എഴുതി വച്ചിരിക്കുന്നുണ്ട്, ഇതൊരു കളി മാത്രമാണ്. നിങ്ങൾ ഈ പുറത്ത് നിൽക്കുന്ന മാതാപിതാക്കളുണ്ടല്ലോ, പിള്ളേർ തമ്മിൽ കളിക്കുന്നു, അവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു, അല്ലെങ്കിൽ ശണ്ട കൂടുന്നു, അതിന് നിങ്ങളാരും ഇടപെടരുത് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇത് പിള്ളേരുടെ ഒരു കളി മാത്രമാണ്, ഇത് പിള്ളേരുടെ ഒരു വിഷയമാണ്, പുറത്ത് നിൽക്കുന്ന കാരണന്മാരുടെ ഇടപെട്ടാൽ പ്രശ്നമായി തീരും എന്ന് പറഞ്ഞ പോലെ ഈ ഫിഫ
ഇങ്ങനെ കളി നടത്തുമ്പോൾ അതിൽ ഒരു ബാഹ്യശക്തി ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിൽ തമാശ ഈ ഇൻഫാൻറ്റിനോ ഈ ഫിഫയുടെ പിന്നെ പ്രസിഡന്റ് അദ്ദേഹം പറയുന്നത് പ്രസിഡന്റ് ട്രംപുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. ഈ ഫുട്ബോളിൻ്റെ കാര്യമെല്ലാം വളരെ ഉറ്റബന്ധമാണ് ഉള്ളതെന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല കഴിഞ്ഞ വർഷം ഈ നോബൽ പ്രൈസോ കിട്ടിയില്ല. അപ്പം പിന്നെ ഫിഫ പിന്നെ പീസ് പ്രൈസ് എന്ന് പറഞ്ഞ് ഈ പ്രസിഡന്റ് ട്രംപിന് അദ്ദേഹം നൽകുകയുണ്ടായി. ഫിഫയുടെ പേരിൽ ഒരു പീസ് പ്രൈസ് നൽകുകയുണ്ടായി. അങ്ങനെ ട്രംപിനെ പിന്നെ വശത്താക്കാനായിട്ട് ഫിഫയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ വിഷയവും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചില ലേഖനങ്ങളൊക്കെ കണ്ടത് ഈ കളിക്കാരൻ പിന്നെ ഇന്നത്തെ കളിയിൽ പങ്കെടുക്കുക പോലും ചെയ്യരുത്, അല്ലെങ്കിൽ ഈ അമേരിക്ക ഇന്നത്തെ കളിയിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുക പോലും ചെയ്യരുത്. ആ കളിയുടെ പിന്നെ മാനദണ്ഡങ്ങളും ആ ഉത്തരവാദിത്വം അതേ രീതിയിൽ പോകണം, അതിൽ ഇടപെടുന്നത് ശരിയല്ല. ആ രീതിയിലാണ് പിന്നെ പല ലേഖനങ്ങളും കണ്ടത്. അതിനു പുറമേ പിന്നെ ട്രംപിനിട്ട് ഒരു ഒരു പരാമർശവും ട്രംപിനെതിരെ ഒരു പരാമർശവും കണ്ടു. അതായത് ഈ കക്ഷി ഈ ബെല്ലോഗൻ അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയും ബ്രിട്ടീഷുകാരാണ്. അവരിവിടെ വിസിറ്റേഴ്സായിട്ട് വന്ന അന്നേരം ഉണ്ടായ കുട്ടിയാണ്. അപ്പോൾ ഇവിടെ അമേരിക്കയിൽ ജനിച്ചു, അതുകൊണ്ട് പൗരത്വം കിട്ടിയതാണ്. അപ്പോൾ ട്രംപ് ജന്മാവകാശ പൗരത്വത്തിന് എതിരായിട്ടുള്ള ആളാണ്. അപ്പോൾ ഇങ്ങേര് ജന്മാവകാശ പൗരത്വം കിട്ടിയ ആളാണ്. അപ്പോൾ എങ്ങനെയായാലും ഇദ്ദേഹത്തിന് വേണ്ടി വാദിക്കാനായിട്ട് ഈ രീതിയിൽ വാദിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് പരാമർശങ്ങൾ പലതും കണ്ടത്. എങ്ങനെയായാലും ഈ കളിക്കളത്തിലെ കളിക്കാർ തീരുമാനിക്കേണ്ട കാര്യം കളിക്കളങ്ങളിൽ നിൽക്കേണ്ടതാണ്. അത്രയേ ഉള്ളൂ എന്നാണ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. പിന്നെ ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ പേരിൽ ഫിഫ അത് പുനഃപരിശോധിക്കുകയോ അല്ലെങ്കിൽ അത് പിന്നെ റദ്ദാക്കുകയോ ചെയ്തു എന്നുള്ളത് അതൊരു സാധാരണ നടപടിയല്ല. ഒരിക്കലും റഫറി എടുക്കുന്ന തീരുമാനത്തെ പിന്നെ ചോദ്യം ചെയ്യാറില്ല, അതിന് അപ്പീലൊന്നും പോകാറില്ല. അത് ശരിയായാലും തെറ്റായാലും പിന്നീട് പിന്നെ കാര്യം അതിന് പിന്നെ പല ബോഡികളുമുണ്ട് ഇവർ തീരുമാനങ്ങളൊക്കെ പുനഃപരിശോധിക്കാനായിട്ട്. പക്ഷേ ഇത് സാധാരണ ചെയ്യുന്ന കാര്യമല്ല. എന്തായാലും ഈ ഒരു പ്രസിഡന്റ് വെച്ചുകൊണ്ട് പിന്നെ ഫ്രാൻസ് രംഗത്ത് വന്നിരിക്കുന്ന അവരുടെ ഏതൊരു കളിക്കാരന് മഞ്ഞക്കാർഡ് കാണിച്ചു, അത് പുനഃപരിശോധിക്കുക, അത് റദ്ദ് ചെയ്യണം എന്നും പറഞ്ഞ് അവരും രംഗത്ത് വന്നിരിക്കുന്നു. അപ്പോൾ എന്തായാലും കളിക്കളങ്ങളെ നമ്മൾ സ്വതന്ത്രമാക്കി വിടുക, അവരവരുടേതായ നിയമം അനുസരിച്ച് മുന്നോട്ട് പോവുക, അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു.